കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. മിഥു മോഹൻ, നെയ്യാറ്റിൻകര. വെറും 23കാരൻ കാമുകിയുടെ പ്രണയച്ചതിയിൽ മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്ത വാർത്ത. അക്ഷര എന്ന പെൺകുട്ടി കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രണയിച്ചിട്ട് അവസാനം നിന്നെ എനിക്ക് വേണ്ട, നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ ചോദിച്ചതിന്റെ പേരിൽ മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരൻ. ശരിക്കും അവൻ ആത്മഹത്യാ നോട്ട് വരെ എഴുതി വെച്ചിട്ടാണ് അത് ചെയ്തത്. പക്ഷെ എന്നിട്ടും ബന്ധുക്കൾ കേസ് കൊടുത്തിട്ടും എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല? മുഖ്യധാരാ മാധ്യമങ്ങളോ പോലീസോ എന്തുകൊണ്ട് ഇതിന് താല്പര്യം കാണിക്കുന്നില്ല? അക്ഷര എന്ന് പറയുന്ന പെൺകുട്ടി മിഥു ബോൾ ബാഡ്മിന്റൺ പഠിപ്പിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞതാണ്. ഒടുവിൽ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതെല്ലാം വാങ്ങിച്ചെടുത്ത് അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഒരു മിഥു പോയപ്പോൾ ആ മിഥു മാത്രമല്ല പോയത്. അവനെ ആശ്രയിച്ച് അവൻ പഠിപ്പിച്ചു വന്ന, അല്ലെങ്കിൽ അവൻ പഠിപ്പിച്ച് കൊണ്ടുവന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു വീണത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഷഹന ഇതേപോലെ തന്നെ കാമുകൻ ചതിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. അവളും ആത്മഹത്യ നോട്ട് എഴുതി വെച്ചു. രണ്ടിലും വ്യത്യാസം, ഷഹനയുടെ ആത്മഹത്യ നോട്ട് കണ്ടെടുത്ത മാത്രയിൽ ഷഹനയുടെ കാമുകനായ റുവൈസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ മിഥുവിന്റെ ആത്മഹത്യാ നോട്ട് കണ്ടെത്തിയിട്ടും ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവളുടെ ഫോട്ടോ പോലും പുറത്തു വിടാൻ മാധ്യമങ്ങൾ മടിക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. മിഥുവിന്റെ അമ്മയും അച്ഛനും കരഞ്ഞുകൊണ്ട് പറയുന്നു, അവളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അവൾ അവനെ ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങളുടെ മകൻ ഈ ഗതി വരില്ലായിരുന്നു. ശരിക്കും മിഥു ചെയ്തത് മണ്ടത്തരമാണ്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. കാരണം ഒരു പെണ്ണ് പോയതിന്റെ പേരിൽ സ്വന്തം അമ്മേനെയും അച്ഛനെയും അവൻ പഠിപ്പിച്ചു കൊണ്ടുവന്ന ഒട്ടനവധി കുട്ടികളെയും മറന്നിട്ട് അവൻ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് ആ ഒരു നിമിഷത്തെ തോന്നലാണ്. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇതിനു മുൻപും ഇതുപോലെ ചതികൾ സംഭവിച്ചിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജ്യൂസിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മ. ആ കുട്ടി ഇപ്പൊ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ആണിനൊരു നീതി, പെണ്ണിന് മറ്റൊരു നീതി. ശരിക്കും പറഞ്ഞാൽ റുവൈസിനെ അറസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ പറയുന്ന അക്ഷരയും അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് അതിന് പോലീസ് മടിക്കുന്നു? എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല? മിഥുവിന്റെ ആത്മഹത്യ നോട്ട് അതിൽ വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് അവൻ മരിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ മരിക്കുന്നു എന്നുള്ളത്. അത് കിട്ടിയിട്ട് എന്തുകൊണ്ട് നടപടിക്ക് തയ്യാറാവുന്നില്ല? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഒറ്റപ്പെട്ട കേസുകളാണ്. അവസാനം ഒരു പ്രഖ്യാപനം വരും, ഒറ്റപ്പെട്ട കേസ്. എന്നും ചതിക്കപ്പെട്ടാൽ നീതി കിട്ടാതെ പോകുന്നത് ആർക്കാണ്? ശരിക്കും സ്ത്രീകൾക്ക് ഉള്ള ആ പ്രിവിലേജ് ഇവിടെ മാറും. സ്ത്രീകൾക്ക് എന്തെങ്കിലും ദോഷമായിട്ട് സംഭവിച്ചാൽ മാത്രം പെട്ടെന്ന് പ്രതികരിക്കുന്ന പോലീസും സമൂഹവും. എന്തുകൊണ്ട് പുരുഷന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പ്രതികരിക്കുന്നില്ല? കുറച്ച് സമൂഹ മാധ്യമങ്ങൾ മാത്രമാണ്, കുറച്ച് യൂട്യൂബ് ചാനലുകാരും കുറച്ച് യൂട്യൂബ് ന്യൂസുകാരും മാത്രമാണ്, സോഷ്യൽ മീഡിയ ന്യൂസുകാരും മാത്രമാണ് ഈ വാർത്ത പുറത്ത് കൂടുതലായിട്ട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ ഷഹന മരിച്ചപ്പോൾ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും അത് വലിയ വാർത്തയാക്കി ദിവസങ്ങൾ ആഘോഷിച്ചു. ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. എനിക്കതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി കുഞ്ഞുങ്ങളുടെ സ്വപ്നമായിരുന്നു മിഥു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. കാരണം അവൻ ബോൾ ബാഡ്മിന്റൺ പഠിപ്പിച്ചു കൊണ്ടുവന്ന കുറച്ചധികം കുട്ടികൾ, ഒരുപാട് പേരെ മിഥു പഠിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് മിഥുവിന് നീതി ലഭിക്കട്ടെ, മിഥുവിന് നീതി ലഭിക്കണം. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് മിഥുക്കൾ ഉണ്ടാവും. കാരണം ഇവിടെ നിയമം ശക്തമല്ല. ഇവിടെ നിയമം ശക്തമായിരുന്നെങ്കിൽ ഇവിടെ പല തെറ്റുകുറ്റങ്ങളും നടക്കാതെ പോയാൽ. നിയമം ശക്തമല്ല. അപ്പൊ ചോദിക്കും, ഇതൊക്കെ ആരാണ് ശക്തമാക്കേണ്ടത്? ഇതൊക്കെ ആർക്ക് വേണ്ടിയാ വച്ചേക്കുന്നത്? നിയമം ആർക്ക് വേണ്ടിയാണ്? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയില്ലേ നിയമം? എന്ത് തോന്നിവാസം കാണിച്ചിട്ട് സുഖമായിട്ട് നടക്കാൻ വേണ്ടിയാണോ നമ്മുടെ നാട്ടിൽ നിയമമുള്ളത്? ഒന്നുമല്ല. തെറ്റുകൾ കുറയ്ക്കാനും കുറ്റങ്ങൾ കുറയ്ക്കാനും ഒക്കെ തന്നെയാണ്
നിയമം സ്ട്രോങ് ആക്കുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും സ്ത്രീകൾ, ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നില്ല, സ്ത്രീകളിൽ കുറച്ചു പേരെങ്കിലും അവർക്ക് കിട്ടിയിട്ടുള്ള നിയമത്തിലെ ആനുകൂല്യങ്ങൾ മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ മാറട്ടെ സമൂഹം, മാറട്ടെ നിയമങ്ങൾ, മാറട്ടെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ.